നമസ്കാരം. പുട്ടിഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ അല്ലേ? ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പുട്ട് തന്നെ പല വെറൈറ്റികൾ പല കറികളുടെ കൂടെ നമ്മൾ കഴിക്കും. ഫുഡ് ആൻഡ് ട്രാവലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇപ്രാവശ്യം മൂർഷിദാബാദ്, ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് മൂർഷിദാബാദ് ജില്ലയിൽ ചെയ്യുന്നത്. കൽപിതയുടെ ജന്മസ്ഥലം എന്ന് വേണേൽ പറയാം. കാരണം വെച്ചാൽ ഈ ഡിസ്ട്രിക്റ്റിലാണ് അവൾ ജനിച്ചത്, ബെരംപൂർ എന്ന് പറയുന്ന ടൗണിൽ. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തിരുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുറേ വീഡിയോസ് ചെയ്തിരുന്നു. ഇവിടുന്ന് ഈ കായലല്ല തടാകം, ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് മീൻകറിയൊക്കെ ഉണ്ടാക്കി ബംഗാളി സ്റ്റൈലിൽ നമ്മൾ കഴിച്ചു. ഈ വീഡിയോയിൽ അവരുടെ ഫുഡ് നമ്മൾ കഴിച്ചപ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്കും ചെയ്ത് കൊടുക്കണമല്ലോ, ഒരു പുട്ട് വെറൈറ്റി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അങ്ങനെയാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. ഞാൻ വന്നിരിക്കുന്നത് കൽപിതയുടെ കസിനും ആൻറ്റിയുടെയും കൂടാണ്. Our cousin Dishani and our Mashi Alu Mashi and my children. Hi. Hi. നമ്മുടെ പിള്ളേർ കൂടെ തന്നെ ഉണ്ട്, തേങ്ങയൊക്കെ പിടിച്ച് കയറാൻ നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ബംഗാളിൻ്റെ പല ഭാഗത്തും നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഏകദേശ പ്രതീതിയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ കാണാം. ഈ സ്ഥലങ്ങളൊക്കെ ഏകദേശം കുട്ടനാട് പോലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം മൊത്തം മുർഷിദാബാദ് അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ നടക്കുന്ന ഈ സ്ഥലമൊക്കെ ഏകദേശം കുട്ടനാട് പോലെ ചെറിയ വരമ്പും തെങ്ങും ഒക്കെ ആയിട്ട് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കായലും. നമുക്ക് പുട്ടൊക്കെ ഉണ്ടാക്കണം. പക്ഷേ അതിന് മുമ്പ് കൽപിതയുടെ ആൻറ്റി ഒരു വെറൈറ്റി ഫ്രൈ ആണ് ട്രൈ ചെയ്യുന്നത്, ഒരു പൂ കൊണ്ടുള്ള ഫ്രൈ. എന്നിട്ട് ഇവിടെ അതിൻ്റെ പ്രോസസ്സ് തുടങ്ങിയിട്ടുണ്ട്. പൂവിൻ്റെ പേരെന്താണെന്നാ പറയുന്നത്? ബക്ഫുൽ. കണ്ടോ, ഇതിനകത്ത് ഈ പൂവും പൊടിയുള്ള സാധനം ഉണ്ടല്ലോ, ആ പൂവിൻ്റെ പൂവും പൊടിയുള്ള നാമ്പ് ഇത് എടുത്ത് കളയണം. അത് കഴിഞ്ഞിട്ടാണ് മാവിനകത്ത് മുക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഈ പൂവ് തന്നെ കാണുമ്പോൾ നമുക്കറിയാം ഏകദേശം പയറിൻ്റെ പൂ പോലൊക്കെ ഇച്ചിരി വലുപ്പത്തിൽ. ഇത് കണ്ടോ, വലിയ പയറിൻ്റെ പൂ പോലാണ് ഇതിൻ്റെ ലുക്കൊക്കെ. പക്ഷേ പയറിൻ്റെ പൂവല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റിയുടെ ആയിരിക്കും. ഇതിൻ്റെ കാ കഴിക്കാൻ കൊള്ളില്ല എന്നാണ് പറയുന്നത്. ഇവർ 4 പേര് കൂടി ഒരു പൂവ് ഫ്രൈ ചെയ്യാൻ ശ്രമിക്കുമ്പം അപ്പുറത്ത് മായ ചേച്ചി മട്ടൺ കറിയുടെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ വഴിയരിയിൽ പൂവൊക്കെ കണ്ടപ്പോൾ കുറച്ച് പൂവൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അത് ഫ്രൈ ചെയ്യാനായിട്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അത് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഫ്രൈങ് പാൻ, ചെറുതൊന്നുമില്ല, വലിയൊരു ഐറ്റം. ഇതേണ്ട ആ പാടെ 5 പൂവുണ്ട്, 500 പേർക്ക് ഫ്രൈ ചെയ്യാനുള്ള ഫ്രൈങ് പാനുണ്ട്. ഫ്രൈങ് പാൻ അല്ല ഇത്, വോക്ക്. എൻ്റെ പൂ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മുക്കിച്ചിടണം അല്ലേ? ഞാൻ പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് ഇവരെ കൂട്ടിക്കൊണ്ട് വന്നു. ഇവരിപ്പോൾ അവസാനം ഫ്രൈ ഉണ്ടാക്കി നമുക്ക് ഇതൊക്കെയാണ്.
അപ്പോൾ നമ്മുടെ ബോക്ക് ഫുൾ ഫ്രൈ അത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് മാവൊക്കെ പുരട്ടി നന്നായിട്ട് എണ്ണയിൽ ചുട്ടെടുത്താണ്. പിള്ളേർക്ക് തന്നെ ആദ്യം കൊടുക്കാം. കേരക്ക് ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഗോൾഡൻ ടീ യമി ടേക്ക് വൺ. ഉണ്ടാക്കിയ ആൾക്കാണ് ആദ്യം കൊടുക്കേണ്ടത് ശരിക്കും. പനീർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് അടിപൊളിയാന്ന് പറയാം. കൽപ്പനയ്ക്ക് കൊടുക്കണം, പക്ഷെ അതിന് മുമ്പ് നമ്മളൊന്ന് കഴിക്കാം അല്ലേ? ഒന്ന് കഴിച്ചു നോക്കാം. ഇതിൻ്റെ കൂടെ വാട്ട് ഈസ് ദാറ്റ്? നോ ബൊക്ഫുൽ. കസുന്തി. ഇതിൻ്റെ കൂടെ കസുന്തി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. കടുക് അരച്ച് അതിനകത്ത് കുറേ മസാലകളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സാധനം. നല്ല ഒരു എരിവല്ല, അത് ഒരു പുകച്ചിലാണ് അത് കഴിക്കുമ്പോൾ. അതുണ്ടായിരുന്നെങ്കിൽ, അത് നമ്മൾ പ്ലാൻ ചെയ്തില്ല, ഇത് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തില്ല, വഴിയെ കണ്ടപ്പോൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോകുന്നത്. അതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ് അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ വിതറിയിട്ട് നമുക്ക് ചുമ്മാ കഴിക്കാം. പൂവ് അകത്തിരുന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല ചെറിയ തോതിൽ മസാല ഇട്ടിട്ടുള്ളൂ, അധികം എരിവൊന്നും ചേർത്തിട്ടില്ല. മൈദാമാവിൻ്റെ ആ രുചിയുണ്ട്. കൊള്ളാം. നല്ല സമ്മറിൻ്റെ ചൂടാണ്, പക്ഷേ ഒരു തണുത്ത കാറ്റ്, കായലിൻ്റെ അരിയിലായതുകൊണ്ട് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാനായിട്ട് ഒരു സുഖമുണ്ട്. വിയർക്കുന്നില്ല. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ കഴിക്കുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പം പുട്ടും മട്ടൻ കറിയും. അതിനു വേണ്ടിയാണ് അടുത്ത പരിപാടികൾ. ബംഗാളിൽ സാധാരണഗതിയിൽ പാചകം കടുകെണ്ണയിലാണ്. മിക്കവാറും എല്ലാം കടുകെണ്ണയിൽ തന്നെയാണ് പാചകം. പക്ഷേ കടുകെണ്ണയുടെ മണം പലർക്കും, നമ്മുടെ നാട്ടിലുള്ള പലർക്കും ഇഷ്ടമുണ്ടാവില്ല. അതിനൊരു പെനിട്രേറ്റിംഗ് സ്മെല്ലാണ്. പാചകം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ടാവും. എനിക്ക് ആദ്യം കടുകെണ്ണ കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് 1998 ആണ് നമ്മൾ ആദ്യം കടുകെണ്ണ കഴിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് പല വർഷങ്ങളായിട്ട് കഴിച്ച് ഇപ്പോൾ കടുകെണ്ണ അല്ല, ഏതെണ്ണ ആയാലും നമുക്ക് പ്രശ്നമില്ല. ഇപ്പോൾ ഇവിടെ കടുകെണ്ണ വെച്ചാണ് മട്ടൺ ഉണ്ടാക്കുന്നത്. ചേച്ചി ഉണ്ടാക്കി തുടങ്ങി. അതിനകത്ത് സവോളയൊക്കെ വഴറ്റി തുടങ്ങി. നമ്മൾ ഈ പൊൻകതിർ എന്ന് പറയുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത്. പൊൻകതിർ പുട്ടുപൊടിയുടെ ഒരു പാചകം ഞാൻ വീണാസ് കറി വേൾഡിൽ കണ്ടിരുന്നു. പുള്ളിക്കാരത്തിയായിട്ടൊരു പരിചയമില്ല കേട്ടോ, അത് കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഈസിയാണല്ലോ ഉണ്ടാക്കാനായിട്ട്. അതിനകത്ത് ഇവർ പറയുന്നതെന്നു വെച്ചാൽ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1 ഗ്ലാസ് വെള്ളം എന്നാണ്. നമ്മൾ സാധാരണ പുട്ടുപൊടിക്കകത്ത് ഇങ്ങനെ പുട്ട് ഇങ്ങനെ നനച്ച് പല പ്രാവശ്യമായിട്ട് നനച്ച് അത് ബുദ്ധിമുട്ടാണ്. എനിക്കാണ് ഒട്ടും അറിയത്ത് പോലും. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് നമ്മുടെ കയ്യിൽ ഇല്ലായിരുന്നു. സാധനങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേനെ പല കാര്യങ്ങളും മറന്നുപോയി. ഗ്ലാസ് ഇല്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു ബോളിനകത്ത് നിറച്ച് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അത്രയും തന്നെ വെള്ളം. ഓക്കെയാ, വെള്ളം ഒഴിച്ചേ. കണ്ടോ, നമ്മളെടുത്ത അത്രയും തന്നെ പുട്ടിന് വെള്ളവും നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത് കുഴയ്ക്കാനായിട്ട് എൻ്റെ കയ്യിൽ സ്പൂണൊന്നുമില്ല. അപ്പം ഞാൻ കൈകൊണ്ട് തന്നെ അങ്ങ് കുഴച്ചു. നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് നമുക്ക് കുറച്ച് നേരം വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വെക്കണമെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എടുത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് പുട്ടുണ്ടാക്കിയാൽ മാത്രം മതി.
20 മിനിറ്റ് പുട്ടുപൊടി ഇരുന്നു. നമുക്കിനി തേങ്ങ ഒക്കെ ഇട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം അല്ലേ? പുട്ടുപൊടി 20 മിനിറ്റ് നമ്മൾ വെച്ചിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉണ്ടെങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം. ദേ ഇത് കണ്ട, നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേനും സംഭവം റെഡിയാണ്. ഇപ്പോൾ പ്രഷറിൽ വെക്കാം അല്ലേ? ഇത് റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അടുത്തത് അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഏതൊരു ബംഗാളിക്കും ഇനിയിപ്പോൾ പുട്ടുണ്ടാകും. ശരിക്കും അങ്ങനെ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഭാര്യയ്ക്ക് പോലും മലയാളം നേരെയേ അറിയാത്തതുകൊണ്ട് എന്നെ തല്ലുന്നില്ല. അങ്ങനെയല്ല പറയണ്ടേ, ഏതൊരു എബിനും പുട്ടുണ്ടാക്കാമെങ്കിൽ ആർക്കും പുട്ടുണ്ടാക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല പുട്ട് സ്വന്തം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ഇവരും ഉണ്ടാക്കും. അവർക്ക് ഇഷ്ടമാവുമെന്ന് നോക്കട്ടെ. അവർക്ക് ഇഷ്ടമായെങ്കിൽ അവരുണ്ടാക്കും, ഇഷ്ടമായില്ലെങ്കിൽ തദൈവ. പുട്ടുണ്ടാക്കി അടപ്പ് താഴത്തേണ്ട ചീനിച്ചട്ടിക്കകത്ത്. ചീനിച്ചട്ടിയല്ല, ഇതിനെന്താ പറയുന്നത്? എന്താ വാർപ്പ്. അങ്ങനെ അവസാനം ഞാനും പുട്ടുണ്ടാക്കി. അപ്പോൾ ഇനിയിപ്പോൾ പുട്ട് വിളമ്പി ഇവരോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ട് പുട്ടിൻ്റെ രുചിയെന്ന്. പുട്ടും മട്ടനുമാണ്. മട്ടൻ എന്ന് പറയുന്നത് ബംഗാളി സ്റ്റൈലിൽ, പുട്ട് നമ്മുടെ നാടൻ പുട്ട്. നമുക്ക് നോക്കാം അല്ലേ? তুমি টেস্ট করে বলবে কিরকম ভালো লাগলো না, কিরকম টেস্ট হলো। മാഷി എന്തായാലും നല്ലതെന്നേ പറയാവുള്ളൂ കേട്ടോ. Whatever it is, you say good. Oh, wow. That you should not say. আচ্ছা। সত্যি কিরকম ভালো আছে। লাগলো? ভালো লাগলো, মানে ওই নারকেলের সঙ্গে এই টেস্টটা দুর্দান্ত একটা। নারকেলের সঙ্গে মাংস, মাংস আর ওনার সঙ্গে ভাতের টেস্ট ভালো লাগছে। കേര മട്ടൻ കറി ഒന്നും കൂട്ടുന്നില്ല, ഒരു ശർക്കരയുടെ കഷ്ണം എടുത്തിട്ട് അവള് കഴിക്കാണ്. എങ്ങനെയുണ്ട് കേര? നല്ലാണോ? പുട്ട് ഇഷ്ടമാണോ? খুব সুন্দর। अच्छा लगा? अच्छा लगा। সুন্দর, খুব সুন্দর। കേയ നീ കഴിച്ചാ? ഇഷ്ടപ്പെട്ടാ? മട്ടൻ ഇഷ്ടമാണോ? മട്ടൻ കറി മട്ടൻ ഇഷ്ടപ്പെട്ടു, പുട്ടും ഇഷ്ടപ്പെട്ടു. ബാഗൻ when we ate Bangan not flour fry, no? I like that also. I also. കൽപ്പിത മട്ടനൊന്നും കഴിക്കാത്തതുകൊണ്ട് ശർക്കര കൂട്ടിയാണ് കഴിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശർക്കര തേങ്ങയിൽ ഒന്ന് ഞെരടി ഇടുകയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇവളുടെ കാര്യം ഓർത്തത് തന്നെ. But this is special khejur gur of Kerala, sorry, Bengal.
അങ്ങനെ കുക്കിംഗ് ഒക്കെ ആയിട്ട് ഒരു വീഡിയോ ആയി. അതേപോലെ നല്ലൊരു പിക്നിക് എക്സ്പീരിയൻസ്. ഇത് ചുറ്റുവട്ടത്തൊക്കെ നല്ലൊരു അന്തരീക്ഷമാണ്. ചെറിയൊരു കാറ്റ്. ഉച്ചയ്ക്ക് നട്ടുച്ചയായി കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 9-10 ആയപ്പോൾ വന്നതാണ്. ഇപ്പം നട്ടുച്ചയായി. കാരണം മട്ടൺ ഉണ്ടാക്കാനായിട്ട് കുറേ സമയം പോയി. പ്രഷർ കുക്കറിലല്ല, ഇതിനകത്താണ് മട്ടൺ ഉണ്ടാക്കിയത്. അപ്പോൾ കുറേ സമയം പോയി. അത് കഴിഞ്ഞ് നമ്മൾ പുട്ടുണ്ടാക്കി. അതിൻ്റെ ഇടയ്ക്ക് പൂവിൻ്റെ ഫ്രൈ അതുണ്ടാക്കി. അതെല്ലാം വന്നപ്പോഴത്തേന് സമയമായി 1:30 ഇപ്പോൾ സമയം. ഏതായാലും 1:30 ആയെങ്കിലും ആ ചൂട് നമുക്കിവിടെ വരില്ല. കാരണം മാവിൻ്റെ ചുവട്ടിലാണ് നിൽക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ തെങ്ങുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കഴിക്കണം. എനിക്ക് വിശക്കും നല്ലതായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് മട്ടൺ കറിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് പുട്ട് ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും കറി, കടലക്കറി, മട്ടൺ കറി, ബീഫ് കറി. ബീഫ് ഞാൻ കഴിക്കത്തില്ല, പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്. അല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കറി, അതിനകത്തൊക്കെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ പുട്ടുണ്ടാക്കാനുണ്ടോ വളരെ എളുപ്പമാണ്. പെട്ടെന്നുണ്ടാക്കി. അതുപോലെ തന്നെ നമ്മളിങ്ങനെ വെള്ളം അളന്നൊഴിക്കേണ്ട അങ്ങനെ ഒരു ടെൻഷനൊന്നുമില്ല. ജസ്റ്റ് 1:1 റേഷ്യോ എന്നുള്ള രീതിയിൽ അങ്ങ് ഒഴിച്ചാൽ മതി. മട്ടൺ കറി കൊള്ളാം, ഇതിൻ്റെ കൂടെ പോവും. അപ്പോൾ പുട്ടൊക്കെ കഴിച്ച് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അങ്ങനെ പുട്ടിൻ്റെ പ്രശസ്തി നമ്മൾ ബംഗാളിലേക്കും കൊണ്ടുവന്നു. ഇനിയിപ്പം കുറേയേറെ വീഡിയോകൾ ബംഗാളിൽ, കൊൽക്കത്തയിൽ ചെയ്യുന്നുണ്ട്. കൊൽക്കത്ത, ബെരംപൂറൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. വീഡിയോകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുക. തൽക്കാലം ബൈ. കഴിച്ചു തന്നില്ല, അതാണ്.